അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് കൂടി പ്രവേശിച്ചിരിക്കുകയാണ്. 1447 ആണ്ടിലേക്ക് പ്രവേശിച്ചു. വിശുദ്ധ ഖുർആനിലെ ചില പ്രയോഗങ്ങൾ നമ്മളെ അത്യത്ഭുതപ്പെടുത്തുന്ന അവസരങ്ങളാണ് ഒരുക്കാറുള്ളത്. സൂറ അൽ ഹസറിന്റെ അവസാന ഭാഗം വിശ്വാസികൾ പാരായണം ചെയ്യുമ്പോൾ ആ വിശ്വാസികളായി ഖുർആൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നീ ഒന്ന് തിരിഞ്ഞു നോക്കിയോ എന്ന്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഓരോ മനസ്സും അവർ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊള്ളട്ടെ. മാ ഖദ്ദമത്തിൽ ലിഗദിൻ, നാളത്തേക്ക് വേണ്ടി എന്ത് ശേഖരിച്ചിട്ടുണ്ട് എന്ന്. വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു നന്നായി അറിയുന്നവനാണ്. സ്നേഹമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ കുറേ വർഷങ്ങളായി ജീവിക്കുന്നു. നമ്മൾ ഇന്നലെകൾ കുഞ്ഞുങ്ങളായിരുന്നു. പിന്നീട് നമ്മൾ വളർന്ന് ഇപ്പോൾ നമ്മളിൽ പലരും ചെറുപ്പമുള്ളവരും മുടി നരച്ചവരും പ്രായാധിക്യത്തിലെത്തിയവരും എല്ലാം ഉണ്ട്. ഈ ജീവിതകാലത്തിനിടയിൽ ഇത്രയും നമ്മൾ പിന്നിട്ടപ്പോൾ ശാശ്വതമായ ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ എത്രത്തോളം നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഖുർആൻ നമ്മളോട് അന്വേഷിക്കാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്നലെകളിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടാകാം. അള്ളാഹുവിന് അഹിതങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ ചെയ്തു പോയിട്ടുണ്ടാകാം. പശ്ചാത്തപിച്ച് മടങ്ങണം. മാത്രവുമല്ല, പുതിയ തീരുമാനങ്ങളും പുതിയ നന്മകളുടെ കവാടങ്ങളും മേഖലകളും കണ്ടെത്തി സാധ്യമായ സൽപ്രവർത്തനങ്ങളിൽ വ്യാപൃതമാകാൻ നമുക്ക് കഴിയണം. എത്ര കാലം ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നമുക്കാർക്കും പറയുക സാധ്യമല്ല. അറിഞ്ഞും അറിയാതെയും മനുഷ്യരാണ്. നമ്മൾ തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടാകും. അത് സ്വാഭാവികമാണ്. നമ്മുടെ ദുർബലമായ മനസ്സിന്റെ സാഹചര്യത്തിൽ ഒരുപക്ഷെ തിന്മകൾ ചെയ്തിട്ടുണ്ടാകും. അവിടെയും അള്ളാഹു നമുക്ക് നൽകുന്നൊരു സന്തോഷമുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് അകളങ്കിതമായ മാർഗത്തിൽ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ നിങ്ങൾ കുറ്റവിമുക്തരായി ആക്കപ്പെടും. നിങ്ങൾക്ക് രാവും പകലും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറൻ, അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുവാനും നന്ദി രേഖപ്പെടുത്തുവാനും വേണ്ടിയിട്ട് കൂടിയാണ്. ആ ദിനരാത്രങ്ങൾ പരമാവധി നമ്മൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയണം. തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ഇന്നല്ലാഹ യബ്സുത്തു യദഹു ബില്ലൈലി ലിയതൂബ മസീഉൻ നഹാരി. ആരെങ്കിലും പകലുകളിൽ വല്ല തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങുന്നവന്റെ ആ പാപങ്ങൾ പുറത്തു നൽകുവാൻ വേണ്ടി അള്ളാഹു അവന്റെ കരങ്ങൾ നീട്ടിവച്ചിരിക്കുകയാണ് രാത്രികളിൽ. അതുപോലെ തന്നെ പകലുകളിലും അവന്റെ കരങ്ങൾ നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കുവാനും ഏറ്റെടുക്കുവാനും വേണ്ടി നീട്ടിയിരിക്കുകയാണ്. അത് പടിഞ്ഞാറ് നിന്ന് സൂര്യോദയം സംഭവിക്കുന്നത് വരെയും ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, സാധ്യമായ നന്മകളിൽ വ്യാപൃതമായിക്കൊണ്ട് പശ്ചാത്താപ ഹൃദയത്തോടു കൂടി കൂടുതൽ സൽപ്രവർത്തികളിൽ വ്യാപൃതമായി നമുക്ക് സ്വന്തവും മറ്റുള്ളവർക്കും ഗുണകരമായ നിലയിലും നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ പ്രീതിക്ക് വിധേയമായ രീതിയിൽ ജീവിച്ച് മരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അവന്റെ തൃപ്തിയിലായിരിക്കെ മരണപ്പെടുന്ന സൗഭാഗ്യശാലികളിൽ നാം എവരെയും ഉൾപ്പെടുത്തുവാനും ഈ വർഷം പരമാവധി കൂടുതൽ സൽപ്രവർത്തികളിൽ വ്യാപൃതമാകുവാനുമുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.